പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ കയ്യിൽ പഴയ ഫോട്ടോകൾ, പഴയ നമ്മൾ സ്കൂളിൽ നിന്ന് എടുത്ത ഫോട്ടോകളോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പഴയ ഫോട്ടോകളോ നമ്മളിൽ കാണും. അത് നമ്മൾ കുറച്ച് ദിവസം അങ്ങനെ ഉപയോഗിക്കാതിരിക്കുമ്പോഴത്തേക്ക് അത് നാശമായി പോവുകയും ചെയ്യും. അത് നമ്മൾ നമ്മുടെ മൊബൈലിലെ ഗ്യാലറിയിൽ സൂക്ഷിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് ക്രോപ്പായി കിട്ടത്തില്ല. അത് പോയിട്ട് വെട്ടങ്ങളും കാര്യങ്ങളും എല്ലാം അടിച്ചത് എന്തായാലും ഫോട്ടോ എടുക്കാൻ വളരെ പാടാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോ സ്കാൻ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഫോട്ടോ സ്കാനർ ആപ്ലിക്കേഷൻ ഗൂഗിളിന്റെ തന്നെ ഉണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാൻ. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാനത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായാലും എപ്പോഴും പറയും പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അല്ല നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ അറിയാമെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് അറിയില്ലായിരിക്കും, അവർക്കതൊരു ഉപകാരമായിരിക്കും. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ആ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിനു വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് സ്കാനിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു പെർമിഷൻ വരും. നമ്മളതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാമറ ഓൺ ആവുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു ഫോട്ടോ, എൻ്റെ ഒരു പഴയ ഫോട്ടോ ഞാനിതിപ്പോ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിതാ സ്കാൻ ചെയ്യാൻ പോവുകയാണ്. ഞാനത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്യാമറ ഓപ്പൺ ആവുകയാണ്. എനിക്ക് ഫ്ലാഷ് ലൈറ്റിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് ഓഫ് ചെയ്ത് ഇപ്പോൾ അത് നമ്മളിങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മൾ ഈ ഡോട്ടിനെ ഈ ക്യാമറ ഐക്കണിൽ കൊണ്ടുവരണം. ഇതുപോലെ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ ഓരോന്നായിട്ട് ഇതുപോലെ കൊണ്ടുവരണം. ഇതാകണ്ട, ഇതുപോലെ ഒന്നായി ഇതുപോലെ 4 ഐക്കനും അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ടിക്ക് മാർക്ക് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഫോട്ടോ ഇവിടെ സ്കാൻ ആയത് ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിത് കറക്റ്റ് അതേ പൊസിഷനിൽ നമ്മൾ അതേ രീതിയിൽ ഇവിടെ സ്കാൻ ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്കിതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെ ഓപ്ഷൻ ഉണ്ട്. നമ്മളത് വെച്ച് ഇതുപോലെ ക്രോപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത്, ഇതിപ്പോൾ ഞാൻ എടുത്തത് നിങ്ങളെ വീഡിയോ കാണിക്കാനായിട്ട് നല്ല ക്ലിയർ ആയിട്ട് എടുത്തിട്ടില്ല. നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല പരന്ന പ്രതലത്തിൽ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ നമ്മൾ ക്രോപ്പ് ചെയ്യുക. ഇതുപോലെ എന്ത് ചെയ്യുക, നമ്മളിതുപോലെ ക്രോപ്പ് ചെയ്തതിന് ശേഷം കറക്റ്റ് ആയിട്ട് കിട്ടും. ഇത് ഇവിടെ ഡൺ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല രീതിയിൽ ആ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മള് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് വാട്സപ്പിലോ മറ്റോ കൊണ്ടുപോയി നമുക്ക് ഇതുപോലെ ഷെയർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഷെയർ ആയത് നമുക്ക് കാണാൻ സാധിക്കും. ഓൾറെഡി ഇത് ഗ്യാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. നല്ല ക്ലിയർ ആയിട്ട് ആ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. മറ്റൊരു അറിവുമായി എത്തുവരെ ഗുഡ് ബൈ. MK ചോയ്സ്.